കോഴിക്കോട് കടലുണ്ടിയിൽ ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരിക്ക് പരുക്ക്. പുറമേരി സ്വദേശി ഐശ്വര്യ രാമകൃഷ്ണന്റെ താടിയെല്ലും പല്ലും തകർന്നു. ആദ്യം ഒരു പ്രതികരണം കാണാം. ഇന്നലെ കടലുണ്ടിക്കും ഫറൂഖിനിടയിൽ വെച്ചിട്ടാണ് ഏറുകൊള്ളുന്നത്. ഏതാണ്ട് രാത്രി സമയം 9:50 അവൾ പറഞ്ഞത്. അങ്ങനെയാണ് സംഭവിച്ചത്. ഏറുകൊണ്ട് അപ്പോൾ താടിയെല്ലിന് പൊട്ടുണ്ട്, പല്ല് 4-ന് 2 പോയിന് 2-ന് പൊട്ട് അനുഭവിച്ചിക്ക് പൊട്ടുണ്ട്. പിന്നെ ചുണ്ട് അങ്ങനെ തന്നെ പൊട്ടീന്, നല്ലോണം പൊട്ടിപ്പോയി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ദിൽഷ തിലകനുണ്ട് കോഴിക്കോട്. ദാരുണമായ ഒരു സംഭവം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഇതായിരുന്നു ട്രെയിനിന് നേരെയുള്ള കല്ലേറ് എന്നുള്ളത്. കേരളത്തിൽ അങ്ങനെ അധികം കേട്ടുകേൾവിയില്ലാത്ത, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് വളരെ ദാരുണമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ, ചിത്രത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ അവരുടെ ആ ബൈറ്റിലും കൃത്യമായി പറയുന്നുണ്ട് ആ ചുണ്ടിനൊക്കെ സാരമായി തന്നെ പരിക്കേറ്റു എന്നുള്ളത്. ദിൽഷ, കൂടുതൽ വിവരങ്ങൾ. അനിൽ, ദിൽന, ഇന്നലെ രാത്രി ഏകദേശം 9:50 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. കോഴിക്കോട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനും ഫറോക്ക് റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായത്. ഇതിൽ യാത്രക്കാരിയായിരുന്ന പുറമേരി സ്വദേശിനിയായിട്ടുള്ള ഐശ്വര്യ രാമകൃഷ്ണനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. കുട്ടിക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. താടിയെല്ല് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പല്ല് പോയിട്ടുണ്ട്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബന്ധുക്കളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇന്നലെ രാത്രി ആലുവ UC കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ രാത്രി സ്റ്റഡി ലീവിന് വേണ്ടി നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അക്രമിയെ ആരാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. RPF-ഉം അതുപോലെ തന്നെ റെയിൽവേ പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ CCTV-കളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഡിവിഷണൽ റെയിൽവേ മാനേജറും ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറും 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണം ഒരു പതിവാവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മലബാർ മേഖലയിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കടന്നു പോകുന്നതിന് മുമ്പ് അതേ ട്രാക്കിൽ മറ്റൊരു വന്ദേ ഭാരത് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിന് നേരെയും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരതിന്റെ ചില്ല് പൊട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 കൃത്യങ്ങളും ചെയ്തിട്ടുള്ളത് ഒരു വ്യക്തി തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.